എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള കണ്ട് ലോക രാജ്യങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്, ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ് ഈ മഹാകുംഭമേള എങ്ങനെ ഈ 45 കോടി ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അതായത് ഓരോ ദിവസം കോടിക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരേ തവണ ഒരേ സമയം വന്ന് ഈ 3 നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ഇത്രയും ആൾക്കാർ വരുമ്പോൾ അത്രയും ഹൈജീനിക് ആയിട്ടുള്ള നദി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും ലോകത്തിലെ പല ബിസിനസ് പഠിപ്പിക്കുന്ന ആൾക്കാരും സ്കൂൾസും കാര്യങ്ങളൊക്കെ കോളേജും കാര്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇതിന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് ഇന്ത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഇത്ര എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും ഇവർ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ്, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, കൊളംബിയ ബിസിനസ് സ്കൂൾ, ഇവരൊക്കെ ശരിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അവരൊരു പഠിക്കാൻ വേണ്ടി ഒരു വിങ് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഉത്തർപ്രദേശിലേക്ക് വരുന്നുണ്ട് എന്നാണ്. കുംഭമേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുംഭമേള നടക്കുന്നതിന് ഇടയിൽ തന്നെ ഒരു ടീം വന്ന് ഇതിനെങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നു എന്ന് പഠിക്കാൻ വേണ്ടി ഒരു ടീം തന്നെ വരുന്നു. ശരിക്കും ഇസ്ലാമിക് രാജ്യമായ പാകിസ്ഥാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ് ഈ കുംഭമേള. അവിടങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ യുവാക്കളും ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുംഭമേളയെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കാണുന്ന വീഡിയോസ് ഈ കുംഭമേളയാണ്. ശരിക്കും ഇവർ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അത് ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മാനേജ്മെൻറ്റാണ് യോഗി ആദിത്യനാഥ് അവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹം ശരിക്കും 2023 അതായത് രണ്ടാം യോഗി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം തന്നെ അതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതൊരു മഹാകുംഭമേളയാണ്. മഹാകുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ 144 വർഷങ്ങൾ വേണം മഹാകുംഭമേള നടക്കാൻ. അത്തരത്തിലൊരു കുംഭമേളയാണ് ഈ വർഷത്തെ ഇപ്പം പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള. പിന്നെ ഓരോ 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള ഉണ്ടാവുക. അത് പൂർണ്ണ കുംഭമേള. അങ്ങനത്തെ 11 പൂർണ്ണ കുംഭമേളകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മഹാകുംഭമേള ഉണ്ടാകുന്നത്. അപ്പോൾ യോഗി തീരുമാനിക്കുകയാണ്. യോഗി മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. ഇതൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആയിരിക്കണം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ വന്നു പോകുന്ന ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് 2 വർഷം മുന്നേ തന്നെ യോഗി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുവേണ്ടി യോഗി ആദിത്യനാഥ് സർക്കാർ ഏകദേശം 10,000 കോടിയാണ് ചെലവഴിച്ചത്. അപ്പോൾ തന്നെ ഓരോ പ്രോഗ്രാംസിൻ്റെ ഓരോ പ്രിപ്പറേഷൻസിൻ്റെ ഇടയിലും ഈ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിരുന്നു. എന്തിനാണ് ഇന്ത്യ ഗവൺമെൻറ് UP സർക്കാർ ഇത്രയും പൈസ പൊട്ടിക്കുന്നത്, എന്തിൻ്റെ ആവശ്യമാണ്, ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു, ഒരുപാട് ആക്ഷേപങ്ങൾ യോഗി കിട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ കുംഭമേള തുടങ്ങിയതിന് ശേഷം ശരിക്കും ഇല്ലാതായി. അതായത് ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധരും ഇവിടുത്തെ ജിഹാദി വിങ്ങും ഈ ലെഫ്റ്റ് ജിഹാദി വിങ്ങും ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല കുംഭമേള ഇത്ര ഒരു സൂപ്പർ ഹിറ്റ്, ഒരു ബമ്പർ ഹിറ്റാവുന്ന അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശരിക്കും അവരുടെ മണ്ടക്കേറ്റ ഒരു അടി തന്നെയാണ് ഇത്. ആദ്യം പറഞ്ഞ മാതിരി ഇത്രയും ഈ 45 കോടി ആൾക്കാർ വരുന്നു, 10,000 കോടിയുടെ ചെലവ് 10,000 കോടി യോഗി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഉത്തർപ്രദേശ് സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം കോടിയാണ്. 4 ലക്ഷം കോടി എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചൊക്കെ. കേരളത്തിൻ്റെ GDP ഒരു വർഷം കിട്ടുന്നത് വെറും 45 ദിവസം കൊണ്ട് യോഗി സർക്കാർ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ഈ സനാതന ധർമ്മങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചും ഇവിടുത്തെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഉയർത്താൻ പറ്റുമെന്ന് യോഗി ശരിക്കും കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനായി അദ്ദേഹം ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു ഡിജിറ്റൽ കുംഭമേള തന്നെ എന്ന് പറയണം. ശരിക്കും യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗി 20-ാം വയസ്സിൽ ഗോരഖ്പൂർ മഠത്തിൻ്റെ അധിപനായി ചുമതലയേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു മഠം മാത്രമേ നിയന്ത്രിച്ചുള്ളൂ, മഠത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ 24-25 കോടി ജനങ്ങളുടെ ഉത്തർപ്രദേശ് എങ്ങനെ ഭരിക്കും എന്നൊരു ആക്ഷേപം ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് ജനാധിപത്യം മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ കണ്ടേ. അപ്പോൾ ഇത് കുംഭമേള ശരിക്കും ഇതിൻ്റെ ഒരു സംഘാടന മികവ് കണ്ട് ലോകത്തിലെ പല ബിസിനസ് പഠിപ്പിക്കുന്ന കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് അവരെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പോവാണ്. ഇത് ഫുള്ളി ഒരു ഡിജിറ്റൽ കുംഭമേളയാണ്. കുംഭമേള ചരിത്രത്തിലെ ഏറ്റവും മികച്ച രീതിയിലാണ് ഇത്തവണത്തെ കുംഭമേള നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഗി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിൻ്റെ ഏറ്റവും ഇതായ ChatGPT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാ സിസ്റ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു AI സെക്യൂരിറ്റി സിസ്റ്റം ആൻഡ് കൺട്രോൾ കമാൻഡ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ടോപ്പ് സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇവിടെ. ആൾക്കാർക്ക് എല്ലാം വരുന്നേയും പോകുന്നത്. ഇനി 100 കോടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ യോഗി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിപ്പം ശരിക്കും 45 കോടി ആൾക്കാർ വരുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ യോഗി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 100 കോടി ആൾക്കാർ വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കി.
അപ്പോൾ 100 കോടി ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 45 കോടി ആൾക്കാരെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 45 കോടി ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലുണ്ടല്ലോ, ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീര സെക്യൂരിറ്റി സിസ്റ്റം ആൻഡ് കൺട്രോൾ കമാൻഡ് എന്ന് പറയുന്നൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ആൾക്കാരും അവിടെ ഒരു 45 കോടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഒരു ദിവസം ചിലപ്പോൾ 4-5 കോടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ആൾക്കാരും വന്നു പോകുന്ന അത്രയും അൾട്രാ ആയിട്ട് ഓരോരാൾ ഇൻഡിവിജ്വലായിട്ട് നിരീക്ഷിക്കാൻ ഒബ്സർവ് ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റമാണ് അവിടെ. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ പോലും എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ പോലും ശരിക്കും അത് ഒബ്സർവ് ചെയ്ത് ശരിക്കും ഒരു അലാറം വാണിംഗ് തരും. ഓരോ ആൾക്കാരുടെ ചലനങ്ങൾ പോലും, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പോലും, അവരുടെ ചലനങ്ങൾ എന്തെങ്കിലും അസ്വാഭാവികത വന്നാൽ പോലും ഈ സെക്യൂരിറ്റി സിസ്റ്റം ശരിക്കും ക്യാച്ച് ചെയ്യും. അപ്പോൾ അത്രത്തും ഓരോരാളെയും മോണിറ്റർ ചെയ്യും. അപ്പോൾ കുറ്റമറ്റ രീതിയിലാണ് ഇത്തരത്തിലെ സെക്യൂരിറ്റി സിസ്റ്റം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം 45 കോടി ആൾക്കാർ. നമ്മുടെ നാട്ടിലൊരു ചെറിയ ഒരു 1000 പേര് 2000 പേര് 5000 പേര് കൂടുന്ന ഒരു പ്രോഗ്രാമിൽ പോലും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം ശബരിമല അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം 45 കോടി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ഒത്തിരി സെറ്റപ്പുകളാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ആൾക്കാർ വന്നു അവർ പല പല സാധനങ്ങൾ കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ എയ്ഡഡ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോയിൻ നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു കോയിൻ പോയി കഴിഞ്ഞാലും, ബാഗിൽ നിന്ന് ഒരു കോയിൻ എവിടെയെങ്കിലും കളഞ്ഞു പോയി കഴിഞ്ഞാലും അത് ശരിക്കും ഈ AI സിസ്റ്റം എയ്ഡഡ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെൻറ്റർ ശരിക്കും കണ്ടുപിടിച്ച് നിങ്ങളുടെ പക്കൽ എത്തിച്ച് തരും. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ഒരു ക്രൗഡ് കൺട്രോൾ, ഇത്ര ആൾക്കാർ വരുമ്പോൾ ഒരുപാട് ക്രൗഡ് ഉണ്ടല്ലോ, ഒരുപാട് ട്രാഫിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ട്രാഫിക് ആൻഡ് ക്രൗഡ് കൺട്രോൾ സിസ്റ്റം അതും ഫുള്ളി AI ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. പിന്നെ 10 ലക്ഷം വാഹനങ്ങൾക്ക് ഒരു ദിവസം അവിടെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. 4000 ഏക്കറിൽ ഈ പാർക്കിംഗ് സിസ്റ്റം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, ഫുള്ളി AI ഇതാണ്. അപ്പോൾ ഈ 10 ലക്ഷം വാഹനങ്ങൾക്ക് ഒരു ദിവസം മാത്രം പാർക്ക് ചെയ്യാം. അതായത് ചെറുകിട വാഹനങ്ങളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ മോട്ടോർ സൈക്കിൾ, കാർ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ 2 ലക്ഷത്തിൻ്റെ ടെൻറ്റാണ്. 2 ലക്ഷത്തിൽ പരം ടെൻറ്റുകളുണ്ട്. ഈ ടെൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. എല്ലാ സെറ്റപ്പും എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പിൽ വരെ ഒരു ടെൻറ്റിന് 1 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ചാർജ് ഈടാക്കുന്ന ടെൻറ്റ് പോലും അവിടെ ഉണ്ട്. പിന്നെ 2 ലക്ഷം ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബയോ ടോയ്ലറ്റുകളാണ്. പിന്നെ നമുക്കറിയാം, ഇത്രയും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഈ സെക്രട്ടേറിയറ്റിലൊക്കെ കുറച്ച് വർഷം മുന്നേ ഈ സരിതാ നായർ കേസൊക്കെ വരുമ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ. അതായത് CPM 25,000 കോംറേഡ്സ് വന്ന് സെക്രട്ടേറിയറ്റ് വളയും, ഉമ്മൻചാണ്ടിയെ വലിച്ച് താഴെയിടും എന്നൊക്കെ പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ. 2 ദിവസം കഴിയുമ്പോൾ സമരം നിർത്തി ഓടിയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ നിർത്തി ഓടുകയാണ്. അപ്പോൾ ഈ 45 കോടി ആൾക്കാർ വരുന്ന ആലോചിക്കുക. അപ്പോൾ ഈ 2 ലക്ഷം ടോയ്ലറ്റുകളാണ് അറ്റ് എ ടൈം ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അത് ഫുൾ ഹൈജനിക് ആണ്. പിന്നെ 2 ലക്ഷം ടെൻറ്റ്, ഈ ടെൻറ്റ് പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞാൽ 7 സ്റ്റാർ 5 സ്റ്റാർ സെറ്റപ്പിലുള്ള ടെൻറ്റുകൾ പോലും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ 30-40 ടെമ്പററി ബ്രിഡ്ജ് ഉണ്ട്. അതായത് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയില്ല. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ആർമിയുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ 30 ഈ ടെമ്പററി ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, 5000 CCTV ക്യാമറ എന്ന് വെച്ചാൽ ഈ ചെറിയൊരു ചുറ്റളവിലാട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ എന്തെങ്കിലും തീപിടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 13 കോടിയുടെ ഒരു സിസ്റ്റം, AI ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് അവിടെ യോഗി സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അത് തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ആൾക്കാർ ഈ പൂജ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള തീ ഇങ്ങനെ ഉപയോഗിക്കുമല്ലോ, കർപ്പൂരം കത്തിക്കാനും അങ്ങനെയുള്ള വിളക്ക് കത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത വളരെ ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ യോഗി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കാണ്. അതായത് 13 കോടിയുടെ ഈ ഫയർ മാനേജ്മെൻറ്റ് സിസ്റ്റം അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, AI ഡ്രിവൺ ആണ്. അപ്പോൾ ഇത്തരത്തിലാണ്. പിന്നെ അതുമാത്രമല്ല, ഈ വെള്ളത്തിലും കരയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ഡ്രോൺസ്, ക്യാമറ സിസ്റ്റം, ഇതെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ പോലും എന്തെങ്കിലും ആരെങ്കിലും വന്ന് അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ അതുപോലും കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ HD ക്വാളിറ്റിയിൽ ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ചെയ്തെടുക്കാൻ വേണ്ട ക്യാമറ സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഞങ്ങളുടെ നാട്ടിലൊരു 5000 പേരോ 6000 പേരോ കൂടുന്ന ഒരു ചെറിയ ഒരു ഫുട്ബോൾ മത്സരത്തിൽ പോലും ഇടിഞ്ഞ് വീഴാൻ സ്റ്റാമ്പേഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് 45 കോടി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം ഇത്രയും എഫക്റ്റീവായിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിഗംഭീരമായിട്ട് യോഗി സർക്കാർ ഇത്തരത്തിലുള്ള ഇത് ഫെസിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇത്രയും എഫക്റ്റീവായിട്ട് അത് ഹാൻഡിൽ ചെയ്ത്, അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അത് യോഗി ആദിത്യനാഥിൻ്റെ കറക്റ്റ്
നേരിട്ടുള്ള നിർദ്ദേശമാണ്. എല്ലാ കാര്യങ്ങളും യോഗി ആദിത്യനാഥ് കറക്റ്റ് ഇടപെട്ട് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകി യോഗിയുടെ ഒരു സൂപ്പർവിഷനിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. അത് 25 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിലെ ഒരു മുഖ്യമന്ത്രിയാണ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് തന്നെയായാലും 145 കോടി ജനങ്ങളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യനാണ്. ഒരു സംശയമില്ല, ഇദ്ദേഹം ഭാവിയിൽ പ്രധാനമന്ത്രി ആവുന്നതിനായിട്ട് ഒരു സംശയം വേണ്ട. ഈ കുംഭമേള കഴിയുമ്പോൾ തന്നെ യോഗിയുടെ പ്രശസ്തി ഒരു ഭയങ്കരമായിട്ട്, അതായത് മോദിക്ക് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.